14 ജില്ലകളിലും തപാൽ വോട്ടുകൾ ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ നഗരസഭയിലേക്കും അതുപോലെ കോർപ്പറേഷനിലേക്കും ഇപ്പോൾ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി വിവരങ്ങൾ നമ്മുടെ റിപ്പോർട്ടേഴ്സ് അതാത് ജില്ലകളിൽ നിന്ന് നേരത്തെ മനു പറഞ്ഞ പോലെ തരുന്നു. കൊച്ചിയിൽ കോർപ്പറേഷൻ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയെന്ന വിവരം, തിരുവനന്തപുരത്ത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. നഗരസഭയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മാറിവാനീസ് കോളേജിലാണ് നഗരസഭ വോട്ടെണ്ണൽ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നിർബൻ തന്ന വിവരം അതാണ്. നമ്മൾ കയറ്റിയടിയില്ല കേട്ടോ, തൂക്കിയടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എണ്ണി തുടങ്ങിയത് മാത്രം പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന നിലയ്ക്ക് തന്നെയാണ് സജ്ജീകരണങ്ങളുമായി കൈരളി ന്യൂസ് മുന്നോട്ട് പോകുന്നത്. ഇടുക്കിയിൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന വിവരം അമൽനാഥ് അവിടെ നിന്ന് തരുന്നുണ്ട്. ജോഷില വയനാട്ടിൽ നിന്ന് ഇതേ വിവരങ്ങൾ നൽകുന്നു. സ്ട്രോങ് റൂം തുറക്കുന്നു, EVM ഇലക്ട്രോണിക്. ഞാൻ തിരുവനന്തപുരത്തേക്ക് വരിക. തിരുവനന്തപുരത്ത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയെന്ന് നിർബൻ അറിയിക്കുന്നുണ്ട്. കൊച്ചിയിലും പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയെന്ന് ഉമേഷ് പറയുന്നുണ്ട്. പക്ഷേ അത് ലീഡ് സൂചനകളൊന്നും വന്നിട്ടില്ല. ഏതായാലും എണ്ണി തുടങ്ങിയിരിക്കുന്നു എല്ലായിടങ്ങളിലും. അത് തന്നെ പറയാം, എല്ലായിടങ്ങളിലും എണ്ണി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ എല്ലാ തവണത്തേതും പോലെ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ലീഡ് നില അതാ ഒരു മിനിറ്റുകൾക്കുള്ളിൽ ഇപ്പോൾ 8:06 8:10 ആകുമ്പോഴേക്കും ആദ്യ ലീഡ് നില നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? അത് തന്നെയാണ് പറയാനുള്ളത്. അതിവേഗം എല്ലാ വിവരങ്ങളും ലീഡ് നില പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ്. എത്തിക്കാനുള്ള എല്ലാ നിലയിലും ഞങ്ങളും കാത്തിരിക്കുന്നു. പ്രേക്ഷകരോട് പറയാൻ തപാൽ വോട്ടുകൾ സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ വരുന്ന ആദ്യ ലീഡ് LDFന് എന്ന ഒരു വിവരമുണ്ട് മനു. ആദ്യ ലീഡ് വോട്ടെണ്ണൽ വരുന്നുണ്ട്. വോട്ടെണ്ണി തുടങ്ങി വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. സ്ക്രീനിലേക്ക് നോക്കിയാൽ മനുവിന് കാര്യം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ സമയത്ത് വേറെ ഇത് നോക്കി പോയിരിക്കുകയായിരുന്നു. ഏതായാലും ആദ്യ ലീഡ് ഇപ്പോൾ LDFന് എന്ന ആദ്യ ഫലസൂചന അല്ലേ, ആദ്യ സൂചന നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യ ലീഡ് LDFന് കൊച്ചി കോർപ്പറേഷൻ വിവരമാണ് ആദ്യ ലീഡ് LDFന് എന്ന വിവരം അവിടെ നിന്ന് വന്നത്. പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അങ്ങനെ വോട്ടെണ്ണൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശകരമായ 2 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെണ്ണലാണ് രാവിലെ 8 മണിക്ക് ആരംഭിച്ചിരിക്കുന്നത്. തപാൽ വോട്ടുകൾ എണ്ണുന്നു. അതിലെ ആദ്യ ലീഡ് കൊച്ചിയിൽ നിന്ന് വന്നതാണ്. കൊച്ചി കോർപ്പറേഷനിൽ LDFന് തപാൽ വോട്ടിൽ ഉണ്ടായിട്ടുള്ള ലീഡിനെ സംബന്ധിച്ച അവിടെ നിന്ന് കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വോട്ടെണ്ണൽ എല്ലായിടത്തും ആരംഭിച്ചിരിക്കുകയാണ്. തപാൽ വോട്ടിന് ശേഷമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുക. എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലുമാണ് വോട്ടെണ്ണൽ എന്നുള്ളത് ഓർക്കണം. ആ ബ്ലോക്ക് കേന്ദ്രത്തിലാണ് ഈ ഗ്രാമപഞ്ചായത്തിലെയും ജില്ലാ പഞ്ചായത്തിലെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെയും എണ്ണുക. ജില്ലാ പഞ്ചായത്തിലെ വോട്ടുകൾ അങ്ങനെ ഈ ബ്ലോക്ക് കേന്ദ്രങ്ങളാകെ എണ്ണുന്നിടത്തു നിന്നും ജില്ലാ കളക്ടറേറ്റിൽ എത്തിക്കുകയും അവിടെ നിന്നാണ് അത് ടാബ്ലേറ്റ് ചെയ്ത് വിവരങ്ങളായി റിസൾട്ടായി പുറത്തു വരികയും ചെയ്യുക. നെയ്യാറ്റിൻകര നഗരസഭയിൽ ഇപ്പോൾ തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. അവിടുത്തെ ആദ്യ അപ്ഡേഷൻ വരുന്നുണ്ട്. നെയ്യാറ്റിൻകര നഗരസഭ തിരുവനന്തപുരത്ത് അവിടെ സുലേഖ സൂചിപ്പിക്കുന്നു. നെയ്യാറ്റിൻകര നഗരസഭയിൽ പോസ്റ്റൽ വോട്ടുകൾ നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെ തിരുവനന്തപുരത്തെ എല്ലാ നഗരസഭകളും ആ നിലയിൽ തന്നെ നിൽക്കുന്ന വിവരമുണ്ട്. അവിടെ നെയ്യാറ്റിൻകരയിൽ നഗരസഭയിൽ വോട്ടെണ്ണി തുടങ്ങി പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. അതാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആദ്യത്തെ അപ്ഡേഷൻ അതാണ്. യെസ്, അങ്ങനെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുന്നു. ആദ്യ മിനിറ്റുകൾ കഴിയുമ്പോഴുള്ള വിവരങ്ങൾ ഇങ്ങനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളും കാത്തിരിക്കുന്നു. ഞാൻ ഒരു ഫലം കൂടി പറയാം. തിരുവനന്തപുരത്ത് ആദ്യ ലീഡ് LDFന്. കൊച്ചി, തിരുവനന്തപുരം 2 കോർപ്പറേഷൻ ആദ്യ ലീഡ് LDFന് എന്നുള്ളതാണ് വരുന്നത്. ഇനിയിപ്പോൾ കൊല്ലം അറിയാനുണ്ട്, തൃശ്ശൂർ അറിയാനുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. കോർപ്പറേഷന്റെ കാര്യം നോക്കിയാൽ കോർപ്പറേഷൻ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. കൊല്ലത്തും നോക്കൂ മനു, LDFന് ലീഡ്. കൊല്ലത്ത് LDFന് ലീഡ് എന്ന് ആദ്യ ലീഡിന്റെ കോർപ്പറേഷൻ 3 എണ്ണം തിരുവനന്തപുരം. തപാൽ വോട്ടുകളാണ് ഓർക്കുക, തപാൽ വോട്ടുകളാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും LDF ലീഡ് ചെയ്യുന്നു എന്ന ആദ്യ ലീഡ് വിവരമാണ് കൈരളി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. കൊച്ചിയിൽ ആദ്യ ലീഡ് LDFന്, കൊല്ലത്തും ഇത് 3 കോർപ്പറേഷൻ വിവരങ്ങളാണ് എന്നതുകൂടി പറയട്ടെ. 3 ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ് ഈ വിവരം. അതായത് വരണാധികാരികളുടെ ടേബിളിലാണ് തപാൽ വോട്ടുകൾ എണ്ണുന്നത്. ജില്ലാ പഞ്ചായത്തുകളുടേത് ജില്ലാ കളക്ടറുടെ ടേബിളിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഈ ബ്ലോക്ക് ആസ്ഥാനത്താണ് വോട്ടെണ്ണുന്നത്.